നമസ്കാരം. പ്രധാന വാർത്തകൾ. ജെൻസന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. എല്ലാം നഷ്ടമായ ശ്രുതിക്ക് വീടൊരുങ്ങുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെയും വാഹനാപകടത്തിൽ പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വയനാട് പൊന്നടയിൽ വീടൊരുങ്ങുന്നു. തൃശൂർ ചാലക്കുടി സ്വദേശികളാണ് ശ്രുതിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. 11.5 സെന്റ് ഭൂമിയിൽ 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ഇന്ന് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കും. നേരത്തെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകുന്ന 10 ലക്ഷം രൂപ വീട് വയ്ക്കാനായി MLA ടി സിദ്ദിഖ് കൈമാറിയിരുന്നു. ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെന്ന് MLA പറഞ്ഞിരുന്നു. ചൂരൽമലയിലെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം പൂർത്തിയായി കല്യാണ ഒരുക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത്. ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു. വീടും ഇല്ലാതെയായി. അപകടത്തിൽ പരിക്കേറ്റ് കൽപ്പറ്റയിലെ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുമ്പോഴാണ് സഹായം എത്തുന്നത്. വീട് വെച്ച് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ശ്രുതിയുടെ താൽപ്പര്യമനുസരിച്ച് കൽപ്പറ്റയിൽ തന്നെ വീട് വയ്ക്കാനുള്ള തുകയാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകിയത്. പട്ടാപ്പകൽ ദേശീയപാതയിൽ വൻ സ്വർണ്ണ കവർച്ച. നിർണായകമായി സ്വകാര്യ ബസിന്റെ ക്യാമറ ദൃശ്യങ്ങൾ. തൃശൂരിൽ പകൽ ദേശീയപാതയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ചു. 2.5 കിലോ സ്വർണം കവർന്നു. 3 കാറുകളിൽ വന്ന കവർച്ചാ സംഘം കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ദേശീയപാതയിൽ പീച്ചി കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂർ കുതിരാൻ പാതയിൽ സിനിമാ സ്റ്റൈലിലായിരുന്നു സ്വർണ്ണമോഷണം. 3 കാറുകളിലെത്തിയ 10 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് കാറിൽ സ്വർണവുമായി എത്തിയ അരുൺ സണ്ണി എന്ന സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്ത് റോജി തോമസിനെയുമാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. കവർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വകാര്യ ബസിന്റെ ക്യാമറയിലാണ് കവർച്ചാ ദൃശ്യങ്ങൾ പതിഞ്ഞത്. സ്വർണ്ണ വ്യാപാരിയുടെ കാറിനെ തടഞ്ഞ് 3 കാറുകളിലെത്തിയവർ വ്യാപാരിയെയും സുഹൃത്തിനെയും മറ്റു 2 കാറുകളിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. വ്യാപാരിയുടെ കാർ കവർച്ചാ സംഘം തട്ടിയെടുത്ത വഴിയിൽ ഉപേക്ഷിച്ചു. ലെബനനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. കരയുദ്ധത്തിന് നീക്കം. ലെബനനിൽ കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാവേലി. ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസബുല്ല മിസൈൽ തൊടുത്തതിന് പിന്നാലെയാണ് കരയുദ്ധത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുന്നത്. ലെബനിലെ ഹിസബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചിരുന്നു. തിരിച്ചടിക്കുമെന്ന് ഹിസബുല്ലയും അറിയിച്ചു. അതേസമയം ലെബനിലെ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗത്തിൽ ലോക നേതാക്കൾ ആവശ്യപ്പെട്ടു. സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിൽ അമേരിക്ക ശ്രമം ആരംഭിച്ചു. 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഫ്രാൻസ് മുന്നോട്ട് വെച്ചു. ശക്തമായ വ്യോമാക്രമണമാണ് ലെബനനിൽ ഹിസബുല്ലയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്നത്. പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ ഡൈവിംഗ് ടീമിൽ കൊല്ലം സ്വദേശിയായ യുവാവും. ഗംഗാവലിപ്പുഴയിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ വലിയ വെല്ലുവിളി നേരിട്ടുവെന്ന് ഡൈവിംഗ് ടീമിലെ മലയാളി. കൊല്ലം സ്വദേശിയാണ് ജോമോൻ. മഴ പെയ്ത് വെള്ളം കലങ്ങിയിരുന്നതിനാൽ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അടിയിൽ നിന്ന് കൈകൊണ്ട് തിരഞ്ഞാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയതെന്ന് ജോമോൻ പറഞ്ഞു. മണ്ണിനടിയിൽ 3 മീറ്റർ ആഴത്തിൽ ചെളിയിൽ പൂണ്ടുപോയ നിലയിലായിരുന്നു ലോറി കിടന്നത്. ലോറി കണ്ടെത്താനായതിൽ ആശ്വാസമുണ്ടെന്നും ജോമോൻ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തലിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി സർക്കാർ. വീണ്ടും അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ADGPക്കെതിരെയും അന്വേഷണം വേണമെന്ന ശുപാർശയുണ്ട്. DGP ഉന്നയിച്ച കാര്യങ്ങളിലാണ് അന്വേഷണ ശുപാർശ. ADGPക്കെതിരെ DGP തല അന്വേഷണം വേണമെന്നാണ് ശുപാർശ. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം കൂടി വേണമെന്ന് DGP ശുപാർശ നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുന്നത്. ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ദേവസ്വങ്ങൾക്കെതിരെയും പരാമർശമുണ്ടായിരുന്നു.